ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ഹായ് ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് ഓഫീസിലൊരു സാരി ഡേ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടോണർ ഇട്ടിട്ട് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ എല്ലാം ഇട്ട് കൊടുക്കാം. വലുതായിട്ട് മേക്കപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. സ്കിൻ കെയർ ആണ് ഇപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണുന്നതാണ് കേട്ടോ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തത്. എന്നെക്കൊണ്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ട് നടന്നിട്ടില്ല. അധികം സംസാരിക്കാത്ത ഒരാളായതുകൊണ്ടായിരിക്കാം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ സ്കിന്നിൻ്റെ കണ്ടീഷൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. നല്ല പിമ്പിൾ മാർക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഫൗണ്ടേഷൻ പോലെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഫൗണ്ടേഷൻ അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടേ എന്തെങ്കിലും ലുക്ക് ചെയ്യാൻ നേരത്തോ നമ്മൾ വല്ലാതെ ഷൂട്ടിനൊക്കെ പോകുമ്പോഴല്ലാതെ ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ കണ്ടീഷൻ അതായതുകൊണ്ടാണ്. പിന്നെ കണ്ണെഴുതി കൊടുക്കുക. ഐഷാഡോ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എടുത്ത് നൈസിന് എന്ന ഐഷാഡോ പോലെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഐലൈനർ വരുമ്പോൾ ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. നല്ല അടിപൊളി ഐലൈനറാണ് കേട്ടോ. രണ്ട് കണ്ണ് രണ്ട് മോഡലായി പോയി കേട്ടോ. അതാണ് ഈ പറഞ്ഞത്. താഴെ ഞാൻ കാജൽ വെച്ച് ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഐബ്രോസ് എങ്ങനെയാണ് ഇത്ര തിക്കായിട്ടിരിക്കുന്നതെന്ന്. ഐബ്രോസ് എൻ്റെ ഐബ്രോ ഓൾറെഡി ഇങ്ങനെയാണ്, ഹെറിഡിറ്ററിയാണ്. അപ്പോൾ ഓൾറെഡി ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. ജസ്റ്റ് അത് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും വലിയൊരു ഫംഗ്ഷന് വേണ്ടി ഒരുങ്ങുമ്പോഴോ വലുതായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒരുങ്ങുമ്പോൾ മാത്രമേ ഞാൻ ഫിൽ ചെയ്യാറുള്ളൂ. അല്ലാത്ത ഞാൻ ഫിൽ ചെയ്യാറില്ല. ഇതിപ്പം ത്രെഡ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എക്സ്ട്രാസ് മാത്രം പ്ലക്ക് ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഫിൽ ചെയ്തിട്ട് വരാം. നമുക്കിതിൽ നോക്കിയിട്ട് പാടാം. ഓക്കെ, ഐബ്രോസ് ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് കൺഫ്യൂഷനാണ്. അപ്പോൾ ഇത് വന്നിട്ടൊരു ഡാർക്ക് ഷെയ്ഡും ഇത് വന്നിട്ട് ന്യൂഡ് ഷെയ്ഡുമാണ്. അപ്പോൾ ആദ്യം ഒന്ന് ന്യൂഡ് ഷെയ്ഡ് ഇട്ടിട്ട് കുറച്ച് ഡാർക്ക് വെച്ച് ഫിൽ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. ഞാൻ സാധാരണ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷമാണ് കേട്ടോ ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തിരി കൂടെ ഒരു ഫിനിഷിങ് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ പുട്ടും കൂടെ വെച്ചു. പിന്നെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യമാണ്. അപ്പോഴേക്കും ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയർ സ്റ്റൈലിന് വലുതായിട്ട് ടൈം കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഹെയർ അങ്ങനെ കിട്ടിയതിന് ശേഷം ഞാൻ ഇയർ റിങ്ങും ഇട്ടു. ഒരു ജുംക്കയാണ് ഇട്ടത്, ഗോൾഡാണ് ജുംക്ക. അങ്ങനെ അവിടെ നിന്ന് വേഗം റെഡിയായി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.